അവനെ വിളിച്ചില്ലേടി? എല്ലാരും പോയി, ഇനി വെളിച്ചത്തോട്ട് വരാമെന്ന് പറ. അച്ചായ, അച്ചായ. നൂറുകൂട്ടം ജോലി തിരക്കിനിടയ്ക്കാ വന്നത്. പടി ചവിട്ടരുതെന്ന് വിചാരിച്ചതാ. ഞങ്ങളിപ്പം വൈകിട്ട് അങ്ങ് പോവും. ഞാൻ ബേബിയോടാ പറഞ്ഞത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? വൈകിട്ട് പോകുമെന്ന് പറഞ്ഞാ പോകണ്ടെന്ന് ഞാൻ പറയണം? അതല്ല, പോണേന് മുമ്പ് എന്തേലും ഒരു തീരുമാനം വേണം. അച്ഛൻ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഊണ് കഴിഞ്ഞ് പള്ളി വരെ ഒന്ന് ചെന്നാ വണ്ടി കൊണ്ട് ഡ്രൈവറുണ്ട്. അച്ഛൻ എന്നത്തിനാ ഇപ്പൊ ഇവനെ കാണുന്നേ? അപ്പച്ചന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വന്നതാണെന്നാണോ അമ്മച്ചി വിചാരിച്ചത്? ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശം അച്ഛനെ പഠിപ്പിച്ച് കാണും, എന്നെ പഠിപ്പിക്കാൻ. അപ്പനുള്ള കാലത്ത് അന്യാധീനപ്പെട്ടു പോയ നമ്മുടെ സ്വത്തുക്കളും തോട്ടങ്ങളും ഒക്കെ ഞാൻ തച്ചോളി ഓതേനെ പോലെ പടവെട്ടി പിടിച്ച് അത് കറക്റ്റ് 3 വീതിച്ച് അതിലൊരു വീതം ഇപ്പൊ കാറിന്റെ ഡിക്കിലോ ലോറിയിലോ കൊടുത്തു വിടണം. അതിന് അച്ഛന്റെ വക ഉപദേശം. അതല്ല ബേബി, ഇവിടുത്തെ അവസ്ഥ അറിയാത്തോണ്ടല്ല, കാശിനോടുള്ള ആർത്തി കൊണ്ടുമല്ല. ഓ അറിയാവേ, ഈ നിയമം പാർലമെന്റിൽ പാസ്സാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപ്പനുള്ള കാലത്ത് എല്ലാവർക്കും തുല്യ വീതമാണെന്ന് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അന്നത്തെ നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വീതം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ എന്റെ പൊന്നളിയ അളിയനും അളിയന്റെ അപ്പനും കൂടെ ഈ കല്യാണത്തിന് ഇടംബലം നോക്കാതെ കേസ് മൂളിയത്. ഇല്ലെങ്കിൽ ഞാനിവിടെ കെട്ടാമങ്കയായിട്ട് നിന്നു പോകുമായിരുന്നു. റൂൾസും വകുപ്പും ഒന്നും നോക്കിയിട്ടല്ലേ അളിയോ? എത്ര തവണ പറഞ്ഞു, നിവൃത്തികേട് കൊണ്ടാ. ഈ വീട് വിതിരിക്കുന്ന 10 ഏക്കർ സ്ഥലവും ഇതിന്റെ പുറത്ത് തന്നെ 6-7 ലക്ഷം രൂപ കടമെടുത്തിരിക്കുക. അതും കോടതിയിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. എന്താണ് അവന്മാർ ഇത് വന്ന് എടുത്തോണ്ട് പോകാത്തതെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വീഴുന്ന തേങ്ങയും റബ്ബറും കൊണ്ട് കടം വീട്ടാൻ തന്നെ അച്ചായൻ പാടുപെടുവാ. ആരാടി പാടുപെടുന്നത്? പലിശയെങ്കിലും അടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ കള്ള് ഷാപ്പിലും ചാരായ ഷാപ്പിലും കൊണ്ടുപോയി കൊടുക്കല്ലേ ഇവൻ? എന്റെ മക്കളും കൂടെ അനുഭവിക്കേണ്ടതാ ഷാപ്പിൽ കൊണ്ട് മുടിപ്പിക്കുന്നത്. ചേച്ചി, നീ പോടി ഓടുന്നു. എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ വീട് സ്ഥലവും വിൽക്കാൻ, ഇത് വിറ്റ് 1/3 ഭാഗം എടുത്ത് ഇവളെ കെട്ടിക്ക്. നീ ഒരു വീതം എടുക്ക്. കടവും ബാധ്യതയുള്ള വീടല്ലേ ലീലാമ്മേ? ഇതിപ്പോ വാങ്ങാൻ ആരെങ്കിലും വരുവോ? കടവും ബാധ്യതയും ഒന്നും എനിക്കറിയണ്ട. അത് തീർക്കാൻ ഇവൻ ഷാപ്പിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അമ്മച്ചി അതിനെന്താ ഉത്തരം പറയാത്തെ? മുതുപാതിര അവരെ കള്ളും കുടിച്ച് 1 കൊല്ലമായിട്ട് വീട്ടിനകത്ത് പൊരുന്നിരിക്കുകയല്ലേ അവൻ? ഇവരെന്താ വിദ്യാഭ്യാസം ഇല്ലേ? ഒരു ജോലിക്കെങ്കിലും ശ്രമിച്ചൂടെ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ലീലാമ്മേ, ബേബി കഴിച്ചിട്ട് പോകാൻ. ഈ ചേച്ചി വന്നാ ഇതാ. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ ഒരു ടെലിഫോൺ കോൾ മതി. എന്ത് സമാധാനം ഉണ്ടായിരുന്നു ഈ വീട്ടില്? കുറഞ്ഞ വർഷം പകലുള്ള നേരത്തെങ്കിലും. അതേടി, ഞാൻ വന്നതാ കുറ്റം. എടി ലീലാമ്മേ, എന്തോ നാടിയത്? ഒന്ന് മതിയാക്ക മനുഷ്യ. എന്നേക്ക് പിള്ളേരെ. ലീലാമ്മേ, നീ എന്നായി കാണിക്കുന്നേ? മതിയമ്മച്ചി മതി, സമാധാനായി. 6-ാം വട്ടം 100 വട്ടം എഴുത്തും 25 ഫോണും വന്നിട്ടാ ഞാൻ വന്നത്. എനിക്ക് ഇത് തന്നെ കിട്ടണം. വല്യമ്മച്ചി പോട്ടെ. പാടി. അടിയെന്ന് മനസ്സിലായില്ലേ? കിഴക്കേന്ന് വരിക കൂപ്പിന്ന്. തങ്ക കൊച്ചുകൂപ്പ്. ഇത് കൊച്ചുകൂപ്പിന്റെ മോളാ മല്ലി. തൊഴടി. വണക്കം. തൊഴ്. എന്താണാവോ? കൊച്ചമ്പ്രാന് വിളിച്ച്. കൊച്ചമ്പ്രാനല്ല, കൊച്ചു മാടമ്പി. മോളിലുണ്ട്. കാണിക്കായിട്ട് ചാരായ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊട്, സമാധാനാവട്ടെ. അല്ല, വല്യമ്മന്റെ ആണ്ടടിയന്തരായിട്ട്. ഇവിടെ ചാവടിയന്തരോ സദ്യയൊന്നുമില്ല. തറവാട് കുത്തുവാള എടുത്തിരിക്കുക. വണ്ടിയെടു.